എന്റെ സുന്ദരി മണികളെ അല്ല സുന്ദരി മണികളെ. ആ അതെ, അതിന്റെ ഇടയ്ക്ക് വേറെ സുന്ദരി മണി വന്നിരിക്കുന്നു ഗൈസ്. ആ ഹലോ, ആ ഗുഡ് മോർണിംഗ്. ഇവിടെ ചുണ്ടൊക്കെ ചുമന്നിരിക്കണ്ടല്ലോ വെച്ച്. ഓ ആൻസിത ഇപ്പൊ ഡയറ്റിംഗ് ആണ്. വേണ്ടതേ എന്ത് ജ്യൂസ് അത്? ആപ്പിള്, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, 4 ഇട്ടിട്ടുണ്ട്. നെല്ലിക്ക ഉണ്ടാവും, ഇഞ്ചി ഉണ്ടാവും. പക്ഷെ ആൻസി സ്ലിമായി. നമുക്ക് രാവിലൊക്കെ തറക്കലാണ്. സോയിക്കുട്ടി ഭയങ്കര ബിസിയാണ്, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ, ആരാ ബിസിക്കാണ്? ഞാൻ ബിസിയാണ്. ആഗ്രഹങ്ങളെല്ലാം വെച്ച് നമ്മുടെ കാര്യങ്ങൾ നോക്കണം. പിന്നെ ഞാൻ ഫുട്ബോൾ കളിക്കുന്ന ആർക്കും അറിയില്ലെന്ന്, എല്ലാവർക്കും സർപ്രൈസ് ആയി പോയിന്ന്. കണ്ടാ മകന്റെ കഴിവുകളൊക്കെ ഓടിച്ച് അടക്കി പൂട്ടി എന്റെ അലമാല വെച്ച് പൂട്ടിയില്ലേ? അതാണ്. നിന്നെ പോലെ കളിക്കുന്ന എത്രയോ നല്ല ആൾക്കാരുണ്ട്, അവരുടെ അങ്ങനെ തന്നെയല്ലേ. അമ്മ സ്വന്തം മകന്റെ കാര്യം പറഞ്ഞു. ഇതെന്തോ ആൻസിനോ ദോശ? അതെ, ആൻസി ദോശ ഉണ്ടാക്കുന്നുണ്ടോ? അതെ, അതിൻ്റെ ഉള്ളിൽ ചമ്മന്തിട്ടാ മതി. പിന്നെന്നതാ പറഞ്ഞോ, വിശേഷങ്ങൾ പറയൂ. വിശേഷങ്ങൾ ഇവിടെ പറയൂ, ഇവിടെയല്ല വിശേഷം. എന്തൊക്കെയാ എന്റെ വിശേഷം? എന്റെ വിശേഷം ഒന്നുമില്ല. എന്റെ വിശേഷം ഒന്നുമില്ല. അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. ഈയിടെയായിട്ട് സുഖത്തിന് പുറത്തുപോയ കുറെ ആൾക്കാർ വരുന്ന കാണുന്നുണ്ടല്ലോ, കുറെ പേര് കാണണ്ടല്ലോ. കൂടുതലാണല്ലോ. കൂടുതൽ ആൾക്കാർ അറിയുമ്പോ കൂടുതൽ ആൾക്കാർ, പുതിയ ആൾക്കാർ വീഡിയോ കാണും, പുതിയ ആൾക്കാർ നോക്കും. അങ്ങനെയാണ്. അന്നെ ഒരു വർഷം നമ്മുടെ അമ്മ ഞാൻ മാരേജിൽ പോയാലും നമ്മ കസിൻസ് മാരേജ് കുഞ്ഞു പിള്ളേരെ ഞാനൊക്കെ കണ്ടി. എങ്ങനെ കുഞ്ഞു പിള്ളേരോ. പിന്നെ തമിഴ്നാട്ടില് നമ്മുടെ വിജയ് CM ആയി. ഹാപ്പി ആയോ? വിജയ് നല്ല ഭരണം നല്ല കൊണ്ടുവരട്ടെ അല്ലേ? അല്ല, പുള്ളി ട്രസ്റ്റ് ഉണ്ട്, ബാക്കി നോക്കാം. അല്ല, ചിലപ്പോ നല്ലതായിരിക്കും. ഇവിടെ കിടന്നല്ലേ അടി കസാരക്ക് ജയിച്ചു കിട്ടുകയും അതനുസരിച്ച് നല്ലത് ചെയ്യണ്ടേ. കസരക്ക് വേണ്ടി അടിയോളി എന്താ കാണിക്കണ? എനിക്ക് ചിരി തന്നെ. അല്ലല്ല, അമ്മ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരിങ്ങനെ ഉള്ളിലെ അകത്തെ കുത്തും ഒരു ഇതൊക്കെ ഉണ്ടെന്ന്. പക്ഷെ ഞാനിപ്പഴ കാണണം എന്തൊരു അല്ല, നിർത്തിപ്പോയവർക്ക് തിരിച്ചു വന്നൊരു അധികാരം വേണമെന്ന്. ഇവിടെ എങ്ങനെയുണ്ട് സോയിക്കുട്ടി അടി? ഇനി ജയിപ്പിക്കില്ല അടുത്ത പ്രാവശ്യം, ഇനി ജയിപ്പിക്കില്ല. ഞങ്ങൾ ഈ പ്രാവശ്യം അവരൊന്ന് ജയിച്ചോട്ട് തന്നെ നമ്മള് വോട്ട് കൊടുത്തപ്പോ അവരിങ്ങനെ കാണിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ഒരു വോട്ട് കിട്ടാൻ ഒരു ചാൻസ് ഇല്ല മക്കളെ, പറഞ്ഞില്ല കേട്ടോ. കാരണം ഇങ്ങനെ കാണിക്കുമ്പോ ഈ നാവില്ലേ, ഒത്തൊരുമ വേണം. ഏതൊരു പാർട്ടിയിലാണെങ്കിലും ഒത്തൊരുമയും ഇത് വേണം. ഇത് ഈ അധികാരത്തിന് വേണ്ടിയിട്ട് എനിക്ക് വേണം ഇത് ആര് ഭരിച്ചാലും നന്നായിട്ട് ഇവര് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ പോലെ. മുഖ്യമന്ത്രി ആകുമ്പോ പൊടിവെച്ച കാറിൽ ഇങ്ങനെ ഫൂന്ന് കൊണ്ട് പോകാലോ. എനിക്ക് ഇങ്ങനെയാണെങ്കിൽ ഇവര് ഭരണം സമ്മതിക്കില്ല. കാരണമാണ് ഈ കോൺഗ്രസ് എല്ലായിടത്തും ഇങ്ങനെ ഡൗൺ ആയി പോകുന്നത്, ഈ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള. അല്ലെങ്കിൽ ഓരോ മാസം ഓരോ മുഖ്യമന്ത്രിയാക്കും. ഒരു ദിവസം ഒന്നരാടം ഇത്രയ്ക്ക് ഇവർക്ക് കൊതിയാണ്. ജനങ്ങളെ സേവിക്കാൻ വേണ്ടിട്ടല്ലേ ഇവര് നിൽക്കുന്നത്. പിന്നെ എന്തിനാണ് ഇവര് അധികാരം 5 വർഷമല്ല, 5 വർഷം. ബാക്കിയുള്ള തൊട്ട് മുഖ്യമന്ത്രി സ്ഥാനമായിട്ട് സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ മതി. ഇവിടെ മാത്രമേ ഇങ്ങനെയുള്ളൂ. മകന്റെ പെർഫോമൻസ് കണ്ടിട്ട് കമന്റ് വന്നാണ്ടാ? അപ്പൊ എന്താണ് അമ്മക്ക് പൊട്ടിക്കരയാൻ തോന്നുന്നുണ്ടാ? തോന്നണമൊന്നുമില്ല. അമ്മക്ക് അഭിമാനമുണ്ട്. നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഓരോ സമയത്തും നമ്മുടെ അവസ്ഥകൾ ഓരോന്നാണ്. അപ്പൊ പിന്നെ നമ്മൾ അതനുസരിച്ച് നീ പണ്ട് നിന്ന് വിട്ടില്ല. ഇപ്പൊ മനസ്സിലായ മക്കൾക്ക് എന്താണ് കഴിവ്? അല്ലല്ല, മക്കൾക്ക് എന്താണ് കഴിവ്
കഴിവ് അതിനനുസരിച്ച് വിടണം, അല്ലാണ്ട് പഠിപ്പിലല്ല. ആ പക്ഷെ അത് നമുക്ക് അന്നത്തെ ആൾക്കാർക്കൊന്നും അറിയില്ല അതിനെപ്പറ്റി. അന്നത്തെ ആൾക്കാർക്കൊന്നും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ അതിനുള്ള സാഹചര്യവും നമുക്കില്ല, അതിനുള്ള വിവരവും ഇല്ല അന്ന്. മനസ്സിലായോ? എന്റെ ചുന്ദരിക്കോത ഓക്കെ ആണോ അപ്പോ? ഓക്കെ ആണ്, എന്താ പ്രശ്നം? പാവം. ഇല്ല, അവർക്ക് കുഴപ്പമില്ല, അവർക്ക് സന്തോഷം. പിന്നെന്താക്കണം? നിന്റെ ഫുട്ബോൾ കാര്യങ്ങൾ കഴിഞ്ഞോ? ദൈവം ഇത്രയും ഇതൊക്കെ തന്നതിന് നമ്മൾ നന്ദി പറയാം, എന്ത് ദൈവത്തോട് നന്ദി പറയാം. ഇത്രയും ഞാൻ എന്റെ അമ്മയോടും വൈഫിനോടും നന്ദി പറയുള്ളൂ, നന്ദി പറയില്ല കേട്ടാ. അങ്ങനെ പറയണമെന്നല്ല, കാരണം അതേ കാര്യമൊക്കെ ഞാൻ എന്റെ ദൈവത്തിൽ ചീത്ത പറയാണെങ്കിലും എന്നെ ജനിപ്പിച്ചത് ദൈവത്തോട് ഇടയ്ക്കിടയ്ക്ക് ചീത്ത പറയും. ഞാനും ദൈവത്തോട് ഒരിക്കലും പരിഭവോ പരാതി ഒന്നും പറയില്ല. എന്റെ വിഷമ ഉള്ളത് ചിലപ്പോൾ പറയും, അല്ലാണ്ട് ഞാൻ എന്റെ ദൈവത്തെ ചീത്ത പറയില്ല, പരിഭവം പറയും, ഇങ്ങനെയൊന്നും പറയും. ആണോ? ഇതുവരെയായിട്ട് മനസ്സിലായി. അത് വേറൊരു ആളോട് പറയുമ്പോൾ അത് നമ്മുടെ ദൈവത്തോട് പറയുമ്പോൾ നമ്മൾ എന്റെ എല്ലാ വിഷമങ്ങളും മനസ്സിലാക്കുന്ന ഒരാള് ദൈവം, അത് നമ്മൾ മനസ്സോട് പറഞ്ഞാൽ മതി. എനിക്ക് അതൊരു ഭയങ്കര ഒരു വിശ്വാസവും ബലമാണ് എന്റെ മനസ്സിന്. അതെന്തും ആയിക്കോട്ടെ, അത് ഓരോരോ ആൾക്ക് വിശ്വാസം അല്ലേ. എനിക്ക് ഭയങ്കര, ഞാൻ കുറെ പള്ളിയിലൊന്നും പോയി നടക്കുന്നെങ്കിലും എന്റെ ഉള്ളിൽ എപ്പോഴും ആ ഒരു ഒറ്റ ദൈവത്തെ വിട്ട് വേറെ ഒരു കളിയും നമുക്കില്ല. അതാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ജീവിതം എത്ര വിഷമകരമാണെങ്കിലും ആയിരുന്നെങ്കിലും ഇപ്പോഴും എനിക്ക് സന്തോഷമായിട്ടെങ്കിലും മുൻപോട്ട് പോകാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞെന്ന് ചോദിച്ചാ ഇത് ഈ ദൈവം എന്ന് പറഞ്ഞ ആള് സൃഷ്ടിച്ചെന്ന് പറഞ്ഞു നമ്മളെ. പക്ഷെ എന്റെ കണ്ണിൽ ഞാനും കണ്ടിട്ടില്ല. എന്റെ അനുഭവത്തില് നിങ്ങളാണ് എന്റെ ദൈവം. മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്നത് നാലാമത്തെ മാതാ പിതാ ഇപ്പൊ രണ്ടുപേരും ദൈവമായിട്ടുള്ളു. ഇപ്പൊ നമ്മളെ സൃഷ്ടിക്കണേല് നമ്മുടെ കൺകണ്ട ദൈവം. കറികളും ഉണ്ടാക്കട്ടെ. എന്ത് കറി? എനിക്ക് പോണം ചമ്മന്തി ഉണ്ടാക്കണം, തക്കാളി ചമ്മന്തി. പിന്നെ അമ്മക്കും പോണം ചീര. അതെ, നമ്മുടെ കോഴിക്കൂടില് ഇപ്പൊ കോഴിയൊക്കെ പോയി, എന്റെ കോഴിയൊക്കെ പൂക്കാനും കൊണ്ടുപോയി. അപ്പൊ അവിടെ ഞാൻ മണ്ണ് കളഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ചീര മുളക്കുന്നുണ്ട്. അവിടെ വളയില്ലേ രണ്ട് മൂന്ന് അവിടെ ഇവിടെ ചീര മുളക്കുന്നത്. നല്ല ചീര. അമ്മ ഉണ്ടാക്കി മോർക്കരി, മാങ്ങക്കറിയോ ഇതെന്ന് മാമ്പഴക്കറി. വാ, നല്ല രുചി. ഇന്നലെ നമുക്ക് ആരൊക്കെ പറമ്പില് പോയി മാങ്ങ, അതും നമുക്ക് എവിടെ മുക്കുന്നൂർ വരികയല്ലേ, കരയംപറമ്പ്. ഞാൻ എന്തൊക്കെ കാന്താരി ഉണ്ടായിരുന്നല്ലോ. എവിടെ പോയി കാന്താരി? അമ്മയുടെ വീട്ടിൽ നിന്ന് കാന്താരി പറിച്ചോളൂ. അമ്മയെ എവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ചക്ക, 4 ചക്ക, കാന്താരി, ചാമ്പക്ക കൊച്ചു കൊടുക്കാനും കൊണ്ടുവന്നിച്ച് ഞാൻ. ചാമ്പക്ക എല്ലോ കഴുകി കൊടുക്കണം. പിന്നെ അപ്പുറത്തെ ഒരു വീട്ടില് കുറേ മാമ്പഴം പഴുത്ത് വീഴുന്നത്, കുറേ പൊഴിഞ്ഞു വീഴുന്ന അങ്ങനെ എന്തോ ചേട്ടൻ പറക്കി തന്നതാണ് ആ മാമ്പഴം. പച്ചമാങ്ങ പറിച്ചു. അപ്പൊ ഫുഡ് താഴെ വിശക്കുന്ന പൂട്ടൊക്കെ. ശരി, അപ്പൊ ചമ്മന്തി ഉണ്ടാക്കട്ടെ. നീ സൗണ്ട് ഉണ്ടാക്കില്ലേ? അവിടെ സൗണ്ട് വേണ്ടോ? കുറച്ച് പേര് ചോദിക്കുന്നു ചോദിക്കണം നാട്ടിൽ പോകണല്ലോ. നാട്ടിൽ ഇപ്പൊ കാശില്ലല്ലോ, എങ്ങനെ പോണം? അയ്യോ വേണ്ട, ട്രിപ്പൊക്കെ പോണം. ഇന്നിപ്പോ കൊറേ നമുക്കിപ്പോ ഇതായിട്ട് തിരക്കുണ്ട്. സാരി ഇത് തുടങ്ങിയത് അതിന്റേതായ തിരക്കും കാര്യങ്ങളും. ഇത് ഇപ്പൊ കുറച്ച് തിരക്കുകള് ഈ സാരിക്ക് വേണ്ടി. അപ്പൊ സോയിക്കുട്ടി നല്ല നല്ല സാരി അന്വേഷിച്ച് വെക്കുന്നുണ്ട്. അപ്പൊ സോയിക്കുട്ടി പറഞ്ഞു തന്നോളൂ, ഞങ്ങൾ ഇങ്ങോട്ട് വരാം. നല്ല നെയ്ത്തണല്ലേ? നെയ്ത്തല്ലേ? ഹോൾസെയിൽ നല്ല നെയ്ത്തിന് സ്ഥലമാണെങ്കിൽ അത് പറഞ്ഞു. നെയ്ത്തിനില്ല, കുറച്ച് നല്ല നല്ല ഫാൻസി അങ്ങനെയൊക്കെ. നമുക്ക് ട്രാവൽ ചെയ്യുന്ന കുഴപ്പമില്ല, നോക്കാം നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ ഇപ്പൊ സാരി ആയില്ല, അപ്പൊ ഓരോരോ ടെൻഷന് വരും. എന്താ സാരി അടക്കണം, എന്താ സാരി കൊണ്ടുവരുന്നു. ചുരിദാർ ഇത് സെറ്റ് ആക്കുന്നുണ്ട്. ചുരിദാർ മീൻസ് ഒരു കോട്ട് സെറ്റ് ഇല്ലെന്നാ ഒരു ഡ്രസ് ആയിട്ട്. പിന്നെ ഞാൻ ഇതിന്റെ ചുരിദാർ എല്ലാം വില കൂടുതലാണ്. അത് കാരണം ഞാൻ അങ്ങനെ ചുരിദാർ വിൽക്കില്ല. കാരണം ചില ആൾക്കാർക്ക് മേടിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല. അത് കാരണം അങ്ങനെ വില കൂടുതലൊക്കെ വെക്കൂല. ചിലപ്പം ഫ്യൂച്ചറിൽ നമുക്ക് ആൾക്കാർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് വിൽക്കാം കേട്ടോ. കാരണം ഇത് പറയുന്ന കാരണം ഒത്തിരി ആൾക്കാർക്ക് എന്റെ ഡ്രസ്സ് മാതിരി വിറ്റപ്പോറേ എനക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നത്
നീ ഇടുന്ന ഡ്രസ്സ് നല്ലതാണോ അങ്ങനെ വിൽക്കോ നല്ല മാത്രം നല്ല കാശുവാ. അത് ഞാൻ പറയുന്നത് അത് കാശും കൊടുക്കണം. പിന്നെ സോയിക്കുട്ടി ഒരു കേസ് പറയാം. സോയിക്കുട്ടി പണ്ടായാലും എന്താ ജോലി ചെയ്ത് ആ പൈസക്കായാലും അത്യാവശ്യം നല്ല വില കൂടിയ ഡ്രസ്സാണ് ഇടണത്. ശീലമായിപ്പോയി അല്ലേ? നമുക്ക് ഇങ്ങനെയാണ് മേടിക്കുമ്പോ കുറച്ച് നല്ല ലുക്ക് കാണുമ്പോ നല്ല ബ്രാൻഡായിട്ട് മേടിക്കും. പക്ഷെ ബ്രാൻഡ് ഉപയോഗിക്കുന്ന കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഇതിന് തോന്നൂല. അങ്ങനെയാണ് സാരികളും നമുക്ക് അങ്ങനെയാണ്. കുറച്ച് നല്ല സാരി ഇട്ട് കഴിഞ്ഞാൽ ചുരിദാർ നല്ല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ അങ്ങനെ നോക്കുന്നു പറ്റില്ല. പണ്ട് ഞാൻ ജീൻസ് ഡ്രസ്സുകൾ കുറെ യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ജീൻസ് ഡ്രസ്സ് നമ്മുടെ നാട്ടില് നല്ല നല്ല സ്റ്റൈല് അങ്ങനെ വരൂലേ. ഫസ്റ്റ് നല്ല ഈ ജീൻസ് ടോപ്പ് സ്റ്റൈല് മറ്റേ ഡൽഹി മുംബൈയില് വരും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടില് സിക്കിം സിൽഗുഡി അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മുടെ സ്ഥലങ്ങളിൽ വരും. പക്ഷെ നമ്മുടെ നാട്ടിൽ വന്ന അത്യാവശ്യം നല്ലത് ആൾക്കാർ പിള്ളേര് നല്ല നല്ല ഡ്രസ്സ് അങ്ങനെ ജീൻസ് അങ്ങനെ ഞാൻ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പൊക്കിட்ட കെട്ടിക്കഴിഞ്ഞ പിന്നെ ഇപ്പൊ ചുരിദാർ മാത്രം ഇഷ്ടമാണ്. അല്ലേ അമ്മേ? അത് ഭംഗിയുണ്ടെന്ന് നീ ദേവതയാണ്. അതിടും മനസ്സിലായി സാരി ഇടുമ്പോ എന്റെ പൊന്നോ എന്ന് പറയുമ്പോ ഇല്ല ചുരിദാർ കംഫർട്ടബിൾ ആണ്. ഓള് സാരി ഇട്ടാലുണ്ട് സാറേ ചുറ്റൊന്നും കാണൂല. ഓ അതെ ഇല്ലാതെ നീ ചുട്ടുപൊറത്തൊക്കെ കാണോ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ആണ്. അപ്പൊ ഞാൻ വേഗം കറിയൊക്കെ വെക്കട്ടെ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ, സീ യു ഇൻ നെക്സ്റ്റ് നല്ല വീഡിയോയില് കാണാട്ടോ. ബൈ.